ഹായ് ഫ്രണ്ട്സ്, അനിയൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ടിപ്പിലായിട്ട് നമ്മളിത് കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ചോറാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് ആ ചോറിൻ്റെ ഒരു സ്പൂണോളം എടുത്താൽ മതിയേ. ഇനി അടുത്തതായിട്ട് പാരസെറ്റാമോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാരസെറ്റാമോളിൻ്റെ ഒരു 2 ഗുളിക നമുക്ക് എടുക്കാം. 2 മതി കേട്ടോ. അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ 2 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ടിത് ചോറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ട് പല്ലുകളെ കൊല്ലാനുള്ള ഈ ടിപ്പാണ് കേട്ടോ. ഫസ്റ്റ് ടിപ്പ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് പല്ലുകൾ ചത്തുപോകും. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് പൊടിച്ചതിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എവിടെയെങ്കിലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. പല്ലുകൾ വരുന്ന ഭാഗത്ത് ഇത് പല്ലുകൾ കഴിക്കുകയും പല്ലുകൾ കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. എന്നാലല്ലേ നമുക്കതൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ എത്രമാത്രം റിസൾട്ട് കിട്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ ടിപ്പിനായിട്ട് ദേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്ന എല്ലാ വീടുകളിലുമുള്ള സാധനം തന്നെയായിരിക്കും പുകയിലൊക്കെ അത്യാവശ്യം വീടുകളിൽ കാണും. നമ്മൾ ചെടിയിലൊക്കെ തളിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പുകയില കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ പുകയില എടുത്തതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഐറ്റം ചേർക്കണം. പിന്നെ ഈ സാധനം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഭിത്തിയിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. കാരണം കറ പോലെ പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭിത്തിയിലൊന്നും ചെയ്യാതെ നമ്മുടെ കബോർഡോ കൗണ്ടർ ടോപ്പോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് തളിച്ചിട്ട് തുടച്ചാൽ മതി. അടുത്തതായിട്ട് എടുക്കുന്ന കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡറും കൂടി ഒരല്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രൂവിൻ്റെ കോഫിയാണ് കേട്ടോ. അപ്പോൾ കോഫി പൗഡർ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ ഒരു കളർ ഉള്ളതുകൊണ്ട് ഭിത്തിയിലൊക്കെ തളിച്ച് കഴിഞ്ഞാൽ സ്പ്രേ പോലെ ചെയ്ത് കഴിഞ്ഞാൽ കറ പോലെ പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമുക്ക് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് ജസ്റ്റ് കൊടുത്താൽ മതി. പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ട് വിനാഗിരിയാണ്. വിനാഗിരി ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതേ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഈ ഒരൊറ്റ മിക്സ് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകൾ പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കിച്ചണിലോ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ തുടയ്ക്കുന്ന സമയത്തേക്ക് ഇതൊരല്പം സ്പ്രേ ചെയ്തിട്ട് നമ്മളൊരു ടവൽ കൊണ്ട് തുടച്ച് വിട്ടാൽ മാത്രം മതി കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ കിച്ചണിലും ഗ്യാസ് സ്റ്റൗവിലും ഡൈനിങ് ടേബിളൊന്നും ഒരു കാരണവശാലും പല്ലുകളുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ഈ 2 ടിപ്പും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ. മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മളൊരു ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇടികല്ലിലേക്ക് നമുക്ക് ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ചതച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നല്ല ജീരകമാണ്. അപ്പോൾ നല്ല ജീരകം ഞാൻ ഒരു 1/2 സ്പൂണോളം കുറച്ച് മതി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കല്ലിൽ ഇടിച്ചെടുക്കേണ്ട സാധനങ്ങളായതുകൊണ്ടാണ് കേട്ടോ കല്ലിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഐറ്റം വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലുള്ള സാധനം തന്നെ ആയിരിക്കും നമ്മുടെ കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ കുരുമുളക് ഞാൻ അല്പം എടുത്തിട്ട്, നമ്മുടെ കുരുമുളക് എന്ന് പറയുന്നത് നല്ല നാടൻ കുരുമുളകാണ് കേട്ടോ. വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാണ്. നല്ല സൂപ്പർ കുരുമുളകാണ്. അപ്പോൾ അത് ഞാൻ ഇടികല്ലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിലെ കുരുമുളകൊക്കെ ഇങ്ങനെ കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ അത്രയില്ല കേട്ടോ. അതെ, നന്നായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനേ ഉണ്ടാവാറുള്ളൂ. അപ്പം ജീരകവും കുരുമുളകും കൂടി നന്നായിട്ട് ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ. കുറേ അരഞ്ഞൊന്നും കിട്ടണ്ട. ജസ്റ്റ് ഒന്ന് ചതഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് സെറ്റാക്കിയിടും. അപ്പോൾ ഇച്ചിരി ചതയാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ തുരത്താനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഈ ചെയ്യുന്നത്. 100% റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ചുമ്മാ വീഡിയോ കണ്ടിട്ട് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ തിളച്ച വെള്ളമോ ചൂടുള്ള വെള്ളമോ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് ഇതിൻ്റെ ആ സത്ത് കംപ്ലീറ്റ് ഇതിനകത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു മിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒന്ന് അരിച്ചിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് അത് 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ സ്പ്രേ ബോട്ടിലിൻ്റെ അകത്തൊന്നും ഇത് കയറിയിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിനകത്തോട്ട് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഡെറ്റോളാണ്. ഒരല്പം മാത്രം ഡെറ്റോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട.
ഡെറ്റോളും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് അരിച്ചതിന് ശേഷം നമുക്ക് ഡെറ്റോൾ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് 4ാമത്തെ ടിപ്പിലേക്ക് പോകാം. 4ാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് വിനാഗിരിയാണ് കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ഒരടപ്പോ 1 സ്പൂണോ അത്രയും ക്വാണ്ടിറ്റിയിലുള്ള വിനാഗിരി എടുത്താൽ മാത്രം മതി കേട്ടോ. ചെറിയ അടപ്പാണെങ്കിൽ ഒരു അടപ്പ് കൂടി എടുക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു 1 സ്പൂണിൻ്റെ ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. ഇതും നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെ തുരത്താനുള്ള ടിപ്പാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്ത ടിപ്പ് മാത്രമാണ് കൊല്ലാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ കുരുമുളകാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് നമുക്ക് ഇടികല്ലിലേക്ക് ഇട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനകത്തിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് ഇടിച്ചെടുക്കുക. നല്ല രീതിയിൽ ഇടിക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം. ആ പരുവത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പല്ലിയുടെ ടിപ്സുകൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് മോശം ഒരു സ്മെല്ലൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ല രീതിയിൽ മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ നിങ്ങളിത് ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ ഇതേപോലെ തന്നെ അങ്ങ് വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം. 5ാമത്തെ ടിപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കോൾഗേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോൾഗേറ്റ് പേസ്റ്റ്, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേസ്റ്റാണോ ആ പേസ്റ്റ് എടുക്കുക. ഒരല്പം ഈ പാത്രത്തിലേക്ക് നമുക്കൊന്ന് തോണ്ടി വെച്ച് കൊടുക്കാം. ഒരല്പം മാത്രം മതി കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം മതി. ഒരല്പം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും പേസ്റ്റ് എടുക്കുമ്പോൾ കോൾഗേറ്റിൻ്റെ വൈറ്റ് ടൈപ്പോ അങ്ങനെയുള്ള പേസ്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇതേ പേസ്റ്റിനകത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. ഡെറ്റോളാണ്. ഒരല്പം ഡെറ്റോളാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ. ഡെറ്റോൾ ഒരു തുള്ളി മാത്രം മതി. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഈ ഒരു മിക്സ് നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ആ പേസ്റ്റും ഡെറ്റോളും കൂടി മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ട് റെഡിയായി വരുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ. അപ്പോൾ ഈ ഒരു മിക്സ് മാത്രം മതി പല്ലുകളെ പൂർണ്ണമായും തുരത്താൻ സാധിക്കും. ഇത് നിങ്ങളൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.